കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണം. നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി പിടിക്കപ്പെട്ടവരെയും നമ്മുടെ കേസിൽ പ്രതിയായവരെയും നമ്മൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെ, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ബാങ്ക് മാനേജേഴ്സ് ഇല്ലെങ്കിൽ ബാങ്ക് അധികൃതരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് കൂടി നമുക്ക് ഇപ്പോൾ സംശയമുണ്ട്. ആ രീതിയിലും ഇൻവെസ്റ്റിഗേഷൻ പുരോഗമിക്കുന്നതാണ്. രണ്ട് തരത്തിലുണ്ട്. ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഉണ്ട്, അല്ലാതെ മരിച്ചുപോയവരുടെയും ഉണ്ട്. ജീവിച്ചിരിക്കുന്നവരുടെ ആണെങ്കിൽ അവർക്ക് ചെറിയൊരു തുക നൽകി അതിന്റെ ഓപ്പറേഷണൽ കൺട്രോൾ ഇവർ ഏറ്റെടുക്കുകയാണ് പതിവ്. അതായത് അവരുടെ ATM കാർഡും ഈ അക്കൗണ്ടിന്റെ പാസ്വേഡും ലോഗിനും പാസ്വേഡും ഉപയോഗിച്ചിട്ട് അവർക്ക് അറിയാത്ത രീതിയിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ഉടനെ തന്നെ ഇമ്മീഡിയറ്റ്ലി വിത്ഡ്രോ ചെയ്യാണ് ഒരു പരിപാടി. സെല്ല് ചെയ്യുന്നതിന് സമാനമാണ്. പക്ഷെ അതിപ്പോ ഒരു ക്രൈമാണെന്ന് പറയാൻ പറ്റില്ല. അല്ല, ഈ ഇതിനകത്ത് നേരിട്ട് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ അവരെ പ്രതിയാക്കാൻ കോ-അക്യൂസ്ഡാക്കാൻ ചാൻസ് കുറവാണ്. അത് എല്ലാ സംസ്ഥാനങ്ങളിലും കണ്ടുവരുന്നുണ്ട്. ഇപ്പം ബീഹാറിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും UP-യിലാണെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്രയിലാണെങ്കിലും ഒരുപാട് ഗാങ്സ് ഇതിന്റെ പിന്നിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവരുടെ മെത്തേഡ് സെയിം ആണ്. ആണെന്ന് പറയുന്നത്, അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്കായിരിക്കും ഇവർ പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇത് ഇവിടെ വിക്ടിംസ് എല്ലാം മലയാളികളാണ്. പ്രതികൾ വളരെ കുറവാണ്. മലയാളികൾ ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഇല്ല. റാൻഡമാണ്. മിക്ക കോൾസും റാൻഡമായിട്ടാണ് വരുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിന് പ്രത്യേകിച്ച് ഈ ഫേക്ക് ഷെയർ ട്രേഡിംഗ് സ്കാമും ഫേക്ക് ആപ്പുകളും പിന്നെ അതുപോലെ തന്നെ ഫോറക്സ് ട്രേഡിങ്ങും ക്രിപ്റ്റോ കറൻസി അതിന്റെയൊക്കെ ഫേക്ക് ആപ്പുകളുടെ ടാർഗറ്റ്സ് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ആണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവരെല്ലാം തന്നെ ഈ കമ്പനിയുടെ മറവിൽ ഏതെങ്കിലും വ്യക്തിയുടെ അക്കൗണ്ടിലേക്കായിരിക്കും പണം ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതില് ആ ഒരു ശ്രദ്ധക്കുറവ് മൂലമാണ് അവർ ഈ ചതിയിൽ പെടുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിയുടെ തന്നെ ഫേക്ക് ആപ്പിലാണെങ്കിൽ തന്നെ അക്കൗണ്ടും കമ്പനിയുടെ പേരിലായിരിക്കണമല്ലോ. പക്ഷെ അക്കൗണ്ട് ഏതെങ്കിലും വ്യക്തിയുടെ പേരിൽ കൽക്കട്ടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഏതെങ്കിലും സിറ്റികളിലുള്ള ഒരാളുടെ പേരിലായിരിക്കും ഉള്ളത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇവരിപ്പോ ഫോറക്സ് ഇതുവരെ ഒരുപാട് പരസ്യം കൊടുക്കുന്നുണ്ട്. പല സോഷ്യൽ മീഡിയയിലും ഇല്ലെങ്കിൽ ടെലഗ്രാം അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ പരസ്യം കൊടുക്കുന്നു. ലിങ്ക് അവിടെ നിന്നാണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പൊ ആ ലിങ്കിൽ കയറിയാണ് ഇവർ ഈ പല ഫേക്ക് ആപ്പുകളും ഡൗൺലോഡ് ചെയ്യുന്നത്. ഡൗൺലോഡ് ചെയ്തിട്ട് ഇവർ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് പക്ഷെ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ അക്കൗണ്ടിലേക്കായിരിക്കും. പക്ഷെ കുറെ കാലം ഈ ഫേക്ക് ആപ്പിനകത്ത് ഇവരുടെ ഇൻവെസ്റ്റ് ചെയ്ത തുക വർദ്ധിക്കുന്നതായി ഇവര് കാണുന്നുണ്ട്. അപ്പൊ ഇവര് കൂടുതൽ തുക ആപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഘട്ടത്തിൽ ഇവര് പിൻവലിക്കാൻ ഇത് ശ്രമിക്കുമ്പോൾ പിൻവലിക്കണമെങ്കിൽ ഇത്രയും രൂപ ടാക്സ് അടയ്ക്കണം. ഇല്ലെങ്കിൽ കാരണം ഇതിനകത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ 10, 20, 50 ഇരട്ടി വർധനമാണ്. അപ്പൊ 1 കോടി ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 20 കോടി റിട്ടേൺസ് കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായി അത് പിൻവലിക്കാൻ വേണ്ടി വീണ്ടും 1-2 കോടി കൂടെ ഇവര് ചോദിക്കുമ്പോൾ എല്ലാവരും അതും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇനിഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത 1 കോടിയും പിന്നെ ഈ റിട്ടേൺസിന് ടാക്സ് എന്ന് പറഞ്ഞ് വീണ്ടും 1-2 കോടിയും കൂടെ ചോദിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അത് റാൻഡമായിട്ട് കോൾ ചെയ്ത് പ്രത്യേകിച്ച് ഫെഡെക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കൊറിയർ കമ്പനിയുടെ പേരിലാണ് അത് ചെയ്യുന്നത്. അതായത് ഒരു പാഴ്സല് നിങ്ങളുടെ ID ആധാർ അല്ലെങ്കിൽ പാൻ നമ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും ID ഉപയോഗിച്ചിട്ട് ഒരു പാഴ്സൽ ഇവിടെ കസ്റ്റംസ് ഓഫീഷ്യൽസ് അല്ലെങ്കിൽ ED പിടിച്ചിട്ടുണ്ട്, അതിനകത്ത് ഡ്രഗ്സ് കണ്ടെത്തി എന്ന് പറഞ്ഞാണ് ഇവർ ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇവരെ
സ്കൈപ്പ് കോളിലേക്ക് വിളിക്കുകയും സ്കൈപ്പ് കോളിൽ ഇരിക്കുന്ന ആൾ ഒരു പോലീസ് സ്റ്റേഷന് സമാനമായ ഒരു സെറ്റിലായിരിക്കും ഇരിക്കുന്നത്. സിനിമ സെറ്റ് പോലെ ബാക്ക്ഗ്രൗണ്ട് ഒരു പോലീസ് സ്റ്റേഷന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ചിത്രീകരണമായിരിക്കും. യൂണിഫോമിലും ആയിരിക്കും പലപ്പോഴും. അത് മുംബൈ പോലീസെന്നോ ഇല്ലെങ്കിൽ ഡൽഹി പോലീസെന്നോ CBI എന്നോ പറഞ്ഞിട്ട് അങ്ങനെ അവരെ ഭയപ്പെടുത്തി ഇവരുടെ കയ്യിലുള്ള യഥാർത്ഥ പൈസ വെരിഫിക്കേഷൻ എന്ന വ്യാജേന ഇവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് വരുന്നത്. ഒരിക്കലും ഒരു ഗവൺമെന്റ് ഏജൻസിയും പൈസ വെരിഫൈ ചെയ്യാൻ വേണ്ടി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ S. ശ്യാം സുന്ദറിന്റെ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കണ്ടത്. ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. ഓൺലൈൻ തട്ടിപ്പിൽ ബാങ്ക് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടോ എന്ന് സംശയിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട്.